UGC മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇടതധ്യാപക സംഘടനാ പ്രതിനിധികൾക്ക് സ്ഥാനക്കയറ്റം നൽകി കുസാറ്റ് സർവകലാശാല. നടന്നത് ലക്ഷങ്ങളുടെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ്. ചട്ടങ്ങൾ മറികടന്ന് നടന്നത് 50ഓളം നിയമങ്ങളും സ്ഥാനക്കയറ്റവുമാണ്. ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതി ജോയിന്റ് കൺവീനർ അരുൺ മോഹൻ വൈസ് ചാൻസലർക്കും ചാൻസലറായ ഗവർണർക്കും പരാതി നൽകി. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. കുസാറ്റിൽ അനധികൃത നിയമനങ്ങളും അനധികൃത പ്രമോഷനും തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് സിൻഡിക്കേറ്റും ഇടതുപക്ഷ അധ്യാപക സംഘടനകളും കൂടി ചേർന്ന് നടത്തുന്ന ഈ വലിയ ഗൂഢാലോചന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടും നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നിടത്ത് അവിടെ തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചന നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് 1/2 ഡസനോളം അധ്യാപകരെ, അതും ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകരെ മാത്രം കൃത്യമായി പ്രൊമോട്ട് ചെയ്ത് രീതിയിൽ കുസാറ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് UGC റെഗുലേഷൻ്റെ കൃത്യമായ വയലേഷനാണ്. ഇത് വെറുതെ ഒന്ന് നോക്കിയാൽ പരിശോധിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് പറയുന്ന സമയത്ത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നത് വളരെ ഗുരുതരമായ തെറ്റാണ്. നമുക്ക് ഗൂഗിളിലേക്ക് പോകാം. ഗൂഗിൾ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും പരാതികളുമാണ് ഉയർന്നിരിക്കുന്നത്. ഇതിൽ 50ഓളം നിയമനങ്ങൾ, സ്ഥാനക്കയറ്റങ്ങളെല്ലാം നിലവിലുള്ള എല്ലാ ചട്ടങ്ങളും അട്ടിമറിച്ചാണ് നടത്തപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായി കുസാറ്റിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി അവിടുത്തെ ഇടതധ്യാപക സംഘടനാ നേതാക്കന്മാർക്കായി വേണ്ടിയിട്ടുള്ള വഴിവിട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ്. ഗൂഗിൾ വിശദാംശങ്ങൾ. പ്രജിത്ത്, അങ്ങനെ തന്നെയാണ്. തീർത്തും കൊടികെട്ടിയ അഴിമതിയും കെടുകാര്യസ്ഥതയും തന്നെയാണ് ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നടന്നു വന്നിരുന്നത് എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ ഇടതുപക്ഷ അനുകൂല അധ്യാപകരെയും അതോടൊപ്പം തന്നെ അവരുടെ സംഘടനയിലെ പ്രവർത്തകരായിട്ടുള്ള ആളുകളെയും ഒക്കെ തന്നെ ഈ കൊച്ചിൻ സർവകലാശാലയിൽ തിരികെ കയറ്റുന്നതിന് വേണ്ടി വഴിവിട്ട ഇടപെടലുകളാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ട് തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതി. ഇതുമായി ബന്ധപ്പെട്ട് സർവകലാശാല VC-ക്കും അതോടൊപ്പം തന്നെ ചാൻസലറായിട്ടുള്ള ഗവർണർക്കും അടക്കം പരാതികൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് ആ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാന വസ്തുതകളെന്ന് പറയുന്നത് ഇത്തരത്തിൽ 6ഓളം അധ്യാപകർക്ക് സർവകലാശാല ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട്, ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് അനധികൃതമായിട്ട് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു. അതുവഴി അവർക്ക് വലിയ സാമ്പത്തിക ലാഭമടക്കം ഉണ്ടാക്കാനായിട്ടുള്ള സാഹചര്യം ഇവർ ഉണ്ടാക്കിയിരിക്കുന്നു. സിൻഡിക്കേറ്റും സർവകലാശാല അധികൃതരും ഉണ്ടാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 50ഓളം നിയമനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അനധികൃതമായിട്ട് നടത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു അധ്യാപികയുടെ കാര്യം കൃത്യമായി എടുത്ത് പറയുന്നുണ്ട്. അതായത് അവർ ഈ സർവകലാശാലയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്, 6 മാസങ്ങൾക്ക് മുമ്പ് ജോയിൻ ചെയ്തതിന് ശേഷം അവർ അസോസിയേറ്റ് പ്രൊഫസറായിട്ടാണ് അവർ കുസാറ്റ് സർവകലാശാലയിൽ ജോലിക്ക് എത്തുന്നത്. പിന്നീട് അവർക്ക് മറ്റൊരു കോളേജിൽ ഇത്തരത്തിൽ അവർ മുമ്പ് ജോലി ചെയ്തിരുന്ന കോളേജിൽ പ്രൊഫസർഷിപ്പ് ലഭിച്ചു. അതൊരു സർക്കാർ കോളേജാണ്. ആ കോളേജിൽ പ്രൊഫസർഷിപ്പ് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വീണ്ടും ഈ സർവകലാശാലയിലെ അല്ലെങ്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ തനിക്ക് പ്രൊഫസർഷിപ്പ് വേണം. അതായത് അസോസിയേറ്റ് പ്രൊഫസറായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ അധ്യാപിക തനിക്ക് മറ്റൊരു കോളേജിൽ, ഇത്തരത്തിൽ സർക്കാർ കോളേജിൽ ആ പ്രൊഫസർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ എനിക്ക് ആ പ്രൊഫസർഷിപ്പിന് താൻ അർഹയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിൻഡിക്കേറ്റിനെയും യൂണിവേഴ്സിറ്റി അധികൃതരെയും സമീപിക്കുകയും തുടർന്ന് അവർക്ക് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ, അതായത് ഒരു അസോസിയേറ്റ് പ്രൊഫസറായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രൊഫസർഷിപ്പ് നൽകണമെങ്കിൽ നിരവധിയായിട്ടുള്ള വ്യവസ്ഥകളും ചട്ടങ്ങളും ഒക്കെ യൂണിവേഴ്സിറ്റി റെഗുലേഷൻ ആക്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 2018 റെഗുലേഷൻ ആക്റ്റിൽ കൃത്യമായിട്ട് അതിൻ്റെ ചട്ടങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു ക്ലോസ് പോലും പാലിക്കപ്പെടാതെയാണ് അവർക്ക് പ്രൊഫസർഷിപ്പ് നൽകി അവർക്ക് സ്ഥാനക്കയറ്റം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സിൻഡിക്കേറ്റും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി അധികൃതരും ചേർന്നുകൊണ്ടാണ് ഈ രീതിയിൽ വഴിവിട്ട ഇടപെടലുകൾ ആ അധ്യാപികയ്ക്ക് വേണ്ടി മാത്രം ചെയ്തു നൽകിയിരിക്കുന്നത്. അതായത് അസോസിയേറ്റ് പ്രൊഫസറായിരുന്ന ഒരു വ്യക്തിക്ക് പ്രൊഫസർഷിപ്പിലേക്ക് വരുമ്പോൾ അവരുടെ ശമ്പളമടക്കം വലിയ ഉയർച്ച ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ജോലി ആനുകൂല്യങ്ങളടക്കം നിരവധിയായിട്ട് ലഭിക്കുന്നു. ഒപ്പം അവർക്ക് സർക്കാർ കോളേജിലാണ്, അവർക്ക് ഇത്തരത്തിൽ ഒരു കോളേജിലാണ് പ്രൊഫസർഷിപ്പായിട്ട് ആദ്യം കിട്ടിയത്. അതായത് ആ കോളേജിലെ പ്രൊഫസർഷിപ്പും യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർഷിപ്പും തമ്മിലുള്ള അന്തരമെന്ന് പറയുന്നത് വളരെ വലുതാണ്. അതായത് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് ജോലി ഭാരം കുറവാണ്. അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങളടക്കം കൂടുതലായിട്ട് ഇവർക്ക് ലഭിക്കും യൂണിവേഴ്സിറ്റി പ്രൊഫസർഷിപ്പിലേക്ക് വരുമ്പോൾ. അതായത് ഒരു അസോസിയേറ്റ് പ്രൊഫസറായിരുന്ന ഒരു വ്യക്തി നിസ്സാര മാസങ്ങൾ കൊണ്ട് പ്രൊഫസർഷിപ്പിലേക്ക് അവരെ ഉയർത്തുകയാണ്. അത് കൃത്യമായിട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒത്താശയോടുകൂടി തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അധ്യാപിക മാത്രമല്ല, 1/2 ഡസനോളം അധ്യാപകർക്ക് ഈ രീതിയിൽ സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ 50ഓളം അനധികൃത നിയമനങ്ങൾ മറ്റ്
അധ്യാപിക അനധ്യാപിക തസ്തികകളിലേക്കൊക്കെ തന്നെ 50ഓളം നിയമനങ്ങൾ വഴിവിട്ട രീതിയിൽ നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ ജോയിന്റ് കൺവീനറായിട്ടുള്ള അരുൺ മോഹനാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നത്. VC-ക്കും അതോടൊപ്പം തന്നെ ചാൻസലറിനും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ ഈ കാര്യങ്ങളൊക്കെ മാസങ്ങൾക്ക് മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അവരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് നടപടിയൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ കുസാറ്റിൽ ഈ രീതിയിലുള്ള വഴിവിട്ട നടപടികളും ഇടപെടലുകളും ഒക്കെ നടന്നു വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. പ്രത്യേകിച്ച് ഇടത് സർക്കാരിൻ്റെയും വലത് സർക്കാരിൻ്റെയും കാലഘട്ടത്തിലൊക്കെ ഈ രീതിയിലുള്ള നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. രണ്ട് സർക്കാർ അവിടെ ഒരു സംശയമുള്ളത്, ഈ സർക്കാരുകൾ മാറുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം അറിയാം. പക്ഷേ പുതിയ സർക്കാർ വന്നിട്ടോ പുതിയ സംവിധാനങ്ങൾ വന്നതിന് ശേഷമോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരിശോധനയ്ക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, ഇതൊക്കെ ചൂണ്ടിക്കാട്ടാനുള്ള ഒരു ശ്രമവും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പരാതിക്കാരനായ അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, വളരെ കാതലായിട്ടുള്ളൊരു വിഷയമാണ് താങ്കൾ ചൂണ്ടിക്കാട്ടിയത്. ഏതാണ്ട് 50ഓളം നിയമനങ്ങളിൽ ഈ പ്രശ്നങ്ങളുണ്ട്. സ്ഥാനക്കയറ്റങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. നിലവിൽ കൂടുതൽ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ ആളുകൾക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ളൊരു നടപടി ഈ അടുത്ത കാലത്തെങ്ങാനും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അരുൺ, അത് നടപടി പ്രതീക്ഷിക്കാവുന്നതാണോ എന്ന് ചോദിച്ചാൽ UGC പ്രതിനിധി ഉണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക്. അതായത് 15 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ കുസാറ്റിന് മാത്രമാണ് UGC നേരിട്ട് സിൻഡിക്കേറ്റ് മെമ്പർ ഉള്ളത്, UGC പ്രതിനിധിയായ സിൻഡിക്കേറ്റ് മെമ്പർ ഉള്ളത്. അദ്ദേഹമാണ് ആദ്യം വിശദീകരിക്കേണ്ടത്. 2022 UGC റെഗുലേഷൻ 6.1 നഗ്നമായ ലംഘനമാണ്. അതായത് റിസർച്ച് സെന്റർ ആകണമെങ്കിൽ, അതായത് ഗൈഡ് ആകാൻ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് PG കോളേജുകൾ വേണമെന്നിരിക്കെ, ഞാൻ ഒരു വിഷയമാണ് സൂചിപ്പിക്കുന്നത്. ഇതുപോലെ നിരന്തരമായി നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട് കേട്ടോ. അതായത് PG കോളേജ് ഇല്ലാത്ത ഒരു സ്ഥാപനത്തിന്, PGയോ UGയോ ഇല്ലാത്ത ഒരു സ്ഥാപനത്തിന് റിസർച്ചിനുള്ള അനുമതി കൊടുത്തത് എന്തിന്റെ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കണം. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച ഒരു സെന്റർ, ഗിഫ്റ്റ് എന്നുള്ള പേരുള്ള ഒരു സെന്റർ. ഒന്ന്, ഇത് കുസാറ്റിന്റെ അഫിലിയേഷൻ ആണ് ഒരു പരസ്യമായിട്ട് ബോർഡ് വെച്ചിരിക്കുന്നത്. ആ സ്ഥാപനത്തിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി. ഇതിന്റെ ഗൗരവം നമ്മൾ അവിടെയാണ് കാണേണ്ടത്. ഇപ്പോൾ നിലവിൽ അത് VD സതീശനാണ്. അദ്ദേഹം ഈ സ്ഥാപനത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. 13 സ്റ്റാഫ് UGC സ്കെയിൽ സാലറി വാങ്ങുകയാണ്. 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന 13 പേര് CPM-ന്റെ ഒരു കറക്ക് കമ്പനിയായിട്ട് ഈ സ്ഥാപനം മാറി. C&AG റിപ്പോർട്ടുണ്ട്. ഭരണഘടനാ സ്ഥാപനമായ C&AG ഇവർ കാണിച്ച ക്രമക്കേട് മുഴുവൻ കണ്ടെത്തിയ. 1. 2, കുസാറ്റിലെ നിലവിൽ ഒരു അധ്യാപിക, ഞാൻ നേരിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി കൊടുത്തത്. കുസാറ്റിലെ ഒരു ഹിന്ദി അധ്യാപിക, അവര് മുമ്പ് ഗവൺമെന്റ് കോളേജിലായിരുന്നു. അവർ പിന്നീട് കുസാറ്റിലെത്തി ഒരു 5-6 മാസക്കാലം കുസാറ്റിൽ ജോലി ചെയ്ത് കുസാറ്റിൽ ഇരിക്കെ തന്നെ NOC വാങ്ങിയിട്ടുണ്ടോ എന്ന് ആദ്യം കുസാറ്റ് വ്യക്തമാക്കണം. അവർ പ്രൊഫസർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നു ഗവൺമെന്റ് കോളേജിൽ, അവർ പ്രൊഫസർ ആകുന്നു ഗവൺമെന്റ് കോളേജിൽ നിന്ന്. തിരിച്ച് ഇതേ പ്രൊഫസർഷിപ്പുമായിട്ട് അവർ ഇവിടെ തിരിച്ചെത്തുകയാണ്. എവിടെയാ? കുസാറ്റിൽ പ്രൊഫസർ ആകുന്നു. അതായത് UGC റെഗുലേഷൻ അനുസരിച്ച് 2018 2018 സെക്ഷൻ 10 അതനുസരിച്ച് ഒരു കാരണവശാലും കോളേജിലെ മാനദണ്ഡങ്ങൾ വേറെയാണ് പ്രൊഫസർഷിപ്പിന്, യൂണിവേഴ്സിറ്റി പ്രൊഫസർഷിപ്പിന് മാനദണ്ഡങ്ങൾ വേറെയാണ്. ഇവിടെ 60 വയസ്സ് വരെ സർവീസ് ഉണ്ട്, അവിടെ 56 വയസ്സ് മാത്രമേ സർവീസ് ഉള്ളൂ. ഇവിടെ അരിയർ കൂടുതലാണ്, സാലറി കൂടുതലാണ്. ഇങ്ങനെ പല വിഷയങ്ങൾ കിടക്കുന്നു. ഇതെല്ലാം അനധികൃതമായി ഇവർ നേടുകയാണ്. ഇതിന് മുഴുവൻ ഒത്താശ ചെയ്ത് കൊടുക്കുന്ന സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റ് അംഗീകാരം കിട്ടാതെ ഇവരിവിടെ പ്രൊഫസർ ആകില്ല. അല്ല വെറുതെ ഒരാൾ കൊണ്ടുവന്നിട്ട് എന്നെ ആക്കണമെന്ന് പറഞ്ഞ് ആക്കാനിരിക്കുകയല്ലല്ലോ അവിടെ ആരും. അപ്പൊ ഇത് ഒരു 1/2 ഡസനോളം അധ്യാപകർ ഫാക്കൽറ്റീസ് അവിടെ ജോലി ചെയ്യുന്നത് ഇത്തരത്തിൽ അനധികൃതമായിട്ടാണ് എന്നുള്ളത് അടിവരയിട്ട് ഞാൻ പറയുന്നു. മറ്റൊന്ന്, ഏകദേശം മുമ്പ് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു 50-60ഓളം പേര് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലൊക്കെ ജോലി ചെയ്തതിനു ശേഷം നേരെ അവിടേക്ക് വരുമ്പോൾ ഈ ഏത് പെട്ടിക്കടയിൽ നിന്ന് അവരൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാലും അതെല്ലാം അവരുടെ എക്സ്പീരിയൻസിൽ ആഡ് ചെയ്തതിനു ശേഷം അവർക്ക് സാലറി കൊടുക്കുകയാണ്. ഇത് മുഴുവൻ പൊതുപണമാണ്, UGCയുടെ പണമാണ്. ഇത് മുഴുവൻ കൃത്യമായി നമ്മൾ കണക്കൂട്ടി നോക്കിയാൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നിലവിൽ നമ്മുടെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അതിന് ഒരു ഇടത് എക്കോസിസ്റ്റം, VC ഉണ്ടോ ഇല്ലയോ എന്ന് VC ആണ് മറുപടി പറയേണ്ടത്. ഇതൊക്കെ VC അറിയുന്നുണ്ടോ എന്നുള്ളത്. VCക്ക് ഞാൻ പരാതി അയച്ചു. ഇതേ പരാതി ഞാൻ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് ഞാൻ അയച്ചു. ഗിഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തെ സംബന്ധിച്ച് താങ്കളാണ് അതിന്റെ ചെയർമാൻ, താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ താങ്കളുടെ മൂക്കിന് കീഴിൽ നടക്കുന്ന ഈ വലിയ കൊള്ള എന്ന് ചോദിച്ച് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിട്ട് ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞു. ഇവിടെ നിന്നെല്ലാം ഈ രണ്ടാമത്തെ കേസിൽ ഈ പ്രൊഫസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൊടുത്ത പരാതിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വന്നത് കുഴപ്പമൊന്നുമില്ല, അത് അംഗീകരിച്ചു എന്നാണ്. അതായത് ഗവൺമെന്റിന് വേറെ പ്രശ്നമൊന്നുമില്ല ഇവരുടെ കാര്യത്തിൽ. ഇങ്ങനെ അങ്ങനെയാണ്. എന്തിനാണ് UGC റെഗുലേഷന്റെ ആവശ്യം എന്താണ്? ഇങ്ങനെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഇരിക്കുന്നതും ഇത്തരത്തിലുള്ള ആളുകളാണോ എന്നറിയില്ല. ഈ പീക്ക് സാലറി, നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ടല്ലോ,
ഈ മനുഷ്യൻ 10-20 രൂപയ്ക്കും 15,000 രൂപയ്ക്കും ഒക്കെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരുപാട് മനുഷ്യർ ഈ നാട്ടിലുണ്ട്. ഇതേ ക്വാളിഫിക്കേഷൻ ഉള്ളവർ, ഇവര് സർവീസ് കയറിയ സമയത്തെ ഒരുപക്ഷെ ഇതേ ക്വാളിഫിക്കേഷൻ ഉള്ളവർ. പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജിൽ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിൽ, ഗവൺമെന്റ് കോളേജ് നിങ്ങൾ വിടൂ, എയ്ഡഡ് കോളേജിൽ എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് നമുക്കറിയാമല്ലോ. ഒന്നുകിൽ പണം കൊടുത്തോ എങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റ് വാങ്ങുക, നേരെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോരുക. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ പീക്ക് സാലറിയുടെ 25%, 30% ഇവരുടെ പെൻഷനാണ്. മരിക്കുന്നത് വരെ ഈ പണം വാങ്ങുക. 2 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുക, 75,000 രൂപ പെൻഷൻ വാങ്ങുക. ഇങ്ങനെ കട്ടുമുടിക്കുന്ന വെള്ളാനകളായി സർവകലാശാലകൾ കേരളത്തിൽ മാറുന്നു. അതിൽ ഒന്നാം സ്ഥാനം കുസാറ്റിനാണ്. UGC ഒരാളെ സ്വാഭാവികമായിട്ടും സിൻഡിക്കേറ്റിലേക്ക് വെക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹം നടപടി എടുക്കുമെന്ന് തന്നെ ഞാൻ കരുതുകയാണ്. ഇത് ഗൗരവകരമായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, UGCയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന് പരിഹാരം കാണേണ്ടതാണ് കേരളത്തിൽ. ഓക്കെ മിസ്റ്റർ അരുൺ മോഹൻ, എന്തായാലും താങ്കളെ പോലുള്ളവരാണ് ഇത്തരം വിഷയങ്ങൾ എപ്പോഴും പുറത്തു കൊണ്ടുവരികയും അതിലൊക്കെ നടപടികൾ ഉണ്ടാകാൻ കാരണക്കാരാകുകയും ചെയ്യുന്നത്. ആ പ്രവർത്തനം തുടരുക. ഗോകുലിലേക്ക് ഒരു വട്ടം കൂടി പോകുന്നു. ഗോകുൽ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ന പേരിൽ കുറെ ഇടത് സംഘടനാ നേതാക്കളെയും മറ്റ് പ്രതിനിധികളെയും ഒക്കെ ഇരുത്താറുണ്ട്. അവർ അവിടെ എന്താണ് കാണിച്ചു കൂട്ടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ വാർത്ത. തങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക്, തങ്ങളുടെ രാഷ്ട്രീയത്തിലുള്ള ആളുകൾക്ക് വേണ്ടി അവർക്ക് ലക്ഷങ്ങൾ ഇങ്ങനെ ശമ്പളവും ഒക്കെ കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുക. അതിനൊരു ചട്ടവും ബാധകമല്ല, ഒരു നിയമവും ബാധകമല്ല. ഗൂഗിൾ പ്രൈത്ത, അത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. കാരണം ഇതിൻ്റെയൊക്കെ അടിവേരുകൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഈ രീതിയിൽ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരിക്കുന്ന വഴിവിട്ട ഇടപാടുകളൊക്കെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എന്തായാലും ഇതുവഴിയൊക്കെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം അത് പൊതുഖജനാവിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. സാധാരണക്കാരുടെ നികുതി പണത്തിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് ഈ രീതിയിൽ അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദനത്തിനുള്ള ഇടമൊരുക്കിയിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചെറിയ വിവരങ്ങൾ മാത്രമാണ്. ഇത് മാത്രമല്ല, കുസാറ്റ് സർവകലാശാലയിൽ മാത്രമല്ല, കേരളത്തിലെ മറ്റു പല സർവകലാശാലകളിലും ഈ രീതിയിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ അനുകൂലരായിട്ടുള്ള ജീവനക്കാരും അധികൃതരും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തിയിരിക്കുന്നത് കുത്തഴിഞ്ഞ രീതിയിലുള്ള ഭരണവും അതോടൊപ്പം തന്നെ അവരുടെ സ്വജനപക്ഷപാതവും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ബന്ധു നിയമനം അടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം തന്നെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നടപടി കുസാറ്റ് വിഷയത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരം തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർക്കും അതോടൊപ്പം തന്നെ VC-ക്കും അടക്കം പരാതി നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതി. അതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. കൂടുതൽ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. ഇനിയെങ്കിലും ഇതിന് തടയിട്ടില്ലെങ്കിൽ പൊതുഖജനാവിൽ നിന്ന് സാധാരണക്കാരുടെ പൈസയാണ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ അനധികൃതമായിട്ട് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ രീതിയിലുള്ള കടുത്ത നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏത് വിധേനയും തടയിടേണ്ടത് അത്യന്താപേക്ഷിതമായിട്ട് മാറിയിരിക്കുന്ന ഒരു ഘട്ടമാണിത്. അതുതന്നെയാണ് ഗൂഗിൾ, എവിടെയൊക്കെ ഈ സിൻഡിക്കേറ്റുകളിൽ ഇടതംഗങ്ങളെ കുത്തി നിറയ്ക്കും, അവർ പിന്നീട് അവിടെ കുത്തിയിരുന്ന് അഴിമതി കാണിക്കും, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിയോഗിക്കും. അങ്ങനെ സാധാരണക്കാരൻ്റെ നികുതിപ്പണം അതിങ്ങനെ പുട്ടടിച്ചു കൊണ്ടേയിരിക്കും. ഇതിലൊക്കെ നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അരുൺ മോഹനെ പോലെയുള്ള ആളുകൾ പരാതികളുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്.